നമസ്കാരം. മലമ്പുഴ ഗവൺമെൻറ് ITയുടെ യൂട്യൂബ് ഒഫീഷ്യൽ പേജിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്, സീനിയർ ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് ITI മലമ്പുഴ. ഇന്നത്തെ ഈ വീഡിയോ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, അതുപോലെ ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് തുടങ്ങിയവയെക്കുറിച്ചാണ്. വളരെ കനം കുറഞ്ഞതും ഇടത്തരം കനമുള്ളതുമായ ലോഹങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വിവിധ വെൽഡിംഗ് രീതികളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ വലിയ ലോഹ ബ്ലോക്കുകളുടെ അഥവാ കനം കൂടിയ ലോഹ ഭാഗങ്ങളെ പരസ്പരം വെൽഡിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങും അതുപോലെ ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് എന്നിവയെക്കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്? ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് പ്രവർത്തന തത്വം, ഈ വെൽഡിംഗ് രീതിക്ക് വേണ്ട എക്യുപ്മെൻറ്റ്, ഇവയുടെ അഡ്വാൻറ്റേജസ്, അതുപോലെ പരിമിതികൾ, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ഉപയോഗിക്കപ്പെടുന്നത് എവിടെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്? ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ഒരു ലോഹ സംയോജന പ്രക്രിയയാണ്. ഈ വെൽഡിംഗ് രീതിക്ക് സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് രീതിയുമായി ചില സവിശേഷതകളുണ്ട്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വലിയ മെറ്റൽ ബ്ലോക്കുകളെ വളരെ വേഗത്തിൽ വെൽഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് മറ്റു വെൽഡിംഗ് രീതിയിൽ നിരവധി ലെയറുകളായി ചെയ്യുന്ന വെൽഡിംഗ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ ഒറ്റ റണ്ണിൽ തന്നെ അല്ലെങ്കിൽ സിംഗിൾ പാസിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് വെർട്ടിക്കൽ പൊസിഷനിൽ അഥവാ ലംബമായ രീതിയിൽ മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ അതായത് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ ഉരുകിയ ഫ്ലക്സിൻ്റെ അതായത് മോൾട്ടൺ സ്ലാഗിൻ്റെ ഇലക്ട്രിക് റെസിസ്റ്റൻറ്റിനെ വെൽഡിങ്ങിന് ആവശ്യമായ ടെമ്പറേച്ചർ ലഭിക്കുന്നതിനുള്ള ഒരു ഘടകമായി പ്രയോജനപ്പെടുത്തുന്നു. അതായത് ഷീൽഡഡ് മെറ്റാലിക് ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രിക് ആർക്കിലൂടെ ഉയർന്ന ഹീറ്റിൽ ലഭിക്കുന്നത് പോലെ ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ മോൾട്ടൺ സ്ലാഗിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് റെസിസ്റ്റൻ്റ് ആണ് ഉയർന്ന ഹീറ്റായി നിലനിർത്താൻ സഹായിക്കുന്നത്. മോൾട്ടൺ സ്ലാഗ് എന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആയതിനാലാണ് ഈ വെൽഡിംഗ് രീതിക്ക് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് രണ്ട് വലിയ ലോഹഭാഗങ്ങളെ തമ്മിൽ വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡ് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ മെറ്റൽ ജോയിൻറ്റിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായി ഒരു സ്റ്റാർട്ടിംഗ് പ്ലേറ്റ് കാണാം, അതായത് വെൽഡ് തുടങ്ങേണ്ട ഭാഗം. ഏറ്റവും മുകളിലായി രണ്ട് ഇലക്ട്രോഡുകളും നൽകിയിരിക്കുന്നു. രണ്ട് വർക്ക് പീസുകൾക്കിടയിലുള്ള ഗ്യാപ്പിൻ്റെ അടിഭാഗത്തായി ഗ്രാനുലർ ടൈപ്പ് ഫ്ലക്സ് നിക്ഷേപിക്കുന്നു. അതിനുശേഷം മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗൈഡ് ട്യൂബിലൂടെ കടന്നു വരുന്ന ഇലക്ട്രിക് വയർ ജോയിൻറ്റ് ഗ്യാപ്പിൻ്റെ അടിഭാഗത്തുള്ള ഫ്ലക്സിൽ ടച്ച് ചെയ്യുന്നത് വഴി ഇലക്ട്രിക് ആർക്ക് ഉണ്ടാകുന്നു. തത്ഫലമായി ഫ്ലക്സ് ഉരുകി സ്ലാഗായി മാറുന്നു. ഇങ്ങനെ കുറഞ്ഞ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയുള്ള സ്ലാഗിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ സ്ലാഗിലുണ്ടാകുന്ന ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ ഫലമായി ഹീറ്റ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി സ്ലാഗിന് ഉരുകിയ അല്ലെങ്കിൽ ദ്രാവക അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉരുകിയ മോൾട്ടൺ സ്ലാഗിലേക്ക്
ഇലക്ട്രോഡ് വയർ തുടർച്ചയായി ഫീഡ് ചെയ്യുന്നത് വഴി ലോഹഭാഗങ്ങൾക്കിടയ്ക്ക് ഒരു ഉരുകിയ വെൽഡ് മെറ്റൽ പൂൾ ഉണ്ടാവുകയും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വെൽഡിംഗ് പൂളിൻ്റെ സാന്നിധ്യം മൂലം ലോഹഭാഗങ്ങളുടെ വശങ്ങൾ തമ്മിൽ ഉരുകി യോജിക്കപ്പെടുന്നു. ഉണ്ടാകുന്ന ഈ മോൾട്ടൺ മെറ്റൽ പൂളിനെ പുറത്തേക്ക് ഒഴുകാതിരിക്കുന്നതിനായി ഗ്യാപ്പിൻ്റെ ഇരുവശങ്ങളിലും വാട്ടർ കൂളിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോപ്പർ ഷൂ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ദൃഢമാക്കുന്ന മോൾട്ടൺ പൂളിൻ്റെ മുകൾ ഭാഗത്ത് എല്ലായ്പ്പോഴും ഒരു മോൾട്ടൺ സ്ലാഗ് പൂൾ ഉണ്ടാകുന്നു. ഈ മോൾട്ടൺ സ്ലാഗ് എപ്പോഴും മോൾട്ടൺ വെൽഡ് മെറ്റലിനെ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷനിൽ നിന്നും ഒരു ഷീൽഡ് ആയി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. തുടർച്ചയായി ഫീഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡ് വയർ മോൾട്ടൺ സ്ലാഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വഴി കൂടുതൽ ഭാഗം വെൽഡ് ചെയ്യപ്പെടുന്നു. ഇതിനനുസരിച്ച് കോപ്പർ ഷൂ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ ദ്രാവകാവസ്ഥയിലുള്ള സ്ലാഗും വെൽഡ് മെറ്റൽ പൂളും കൃത്യമായി ഗ്യാപ്പിൽ ഒരു സോളിഡ് വെൽഡ് മെറ്റൽ രൂപപ്പെടുത്തുന്നു. മെറ്റലിൻ്റെ തിക്നെസ് അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോഡുകൾ ഫീഡ് ചെയ്യാനും ഈ വെൽഡിങ്ങിൽ കഴിയുന്നു. മോൾട്ടൺ സ്ലാഗിൻ്റെ ഉപരിതല ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1650 ഡിഗ്രി സെൽഷ്യസും മോൾട്ടൺ സ്ലാഗിൻ്റെ ഉൾഭാഗത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1930 ഡിഗ്രി സെൽഷ്യസുമാണ്. ചെറിയ തോതിൽ കുറവ് വരുന്നതിനനുസരിച്ച് ഇടവേളകളിൽ ജോയിൻറ്റ് ഗ്യാപ്പുകളിൽ ഫ്ലക്സ് നിക്ഷേപിക്കാനും ഈ വെൽഡിംഗ് രീതിയിൽ നമുക്ക് കഴിയുന്നു. ഇനി ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. സിംഗിൾ പാസിലൂടെ ഒരു തിക്കർ പ്ലേറ്റ് വെൽഡ് ചെയ്യാനാവുന്നു എന്നുള്ളത് ഈ വെൽഡിംഗ് രീതിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ വളരെ ഉയർന്ന മെറ്റൽ ഡിപ്പോസിഷൻ റേറ്റാണ് ഈ വെൽഡിംഗ് രീതിക്കുള്ളത്. ജോയിൻറ്റ് പ്രിപ്പറേഷൻ മറ്റു വെൽഡിംഗ് രീതികളെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഡിസ്റ്റോർഷനും റെസിഡ്യൽ സ്ട്രെസ്സും അനുഭവപ്പെടുന്നു. ഫ്ലക്സിൻ്റെ ഉപഭോഗം താരതമ്യേന വളരെ കുറവാണ്. സ്പാറ്റർ തീരെ ഇല്ല എന്നുള്ളതും ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ഇനി ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വെൽഡിംഗ് രീതി തിക്നെസ് കൂടിയ മെറ്റലുകളെ വെൽഡ് ചെയ്യാൻ മാത്രമുള്ളതാണ്. കൂടാതെ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ ഈ വെൽഡിംഗ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതുപോലെ ഒരു 60 മില്ലിമീറ്റർ താഴെ വരുന്ന ലോഹങ്ങളെ വെൽഡ് ചെയ്യാൻ ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിന് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ അപേക്ഷിച്ച് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ഇനി ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകളെ കുറിച്ചൊന്ന് നോക്കാം. ഒരു AC പവർ സോഴ്സാണ് ഇവിടെ പ്രധാനപ്പെട്ട എക്യുപ്മെൻ്റായി ഇലക്ട്രിക് പവർ സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ തുടർച്ചയായി ഇലക്ട്രോഡ് ഫീഡ് ചെയ്യുന്നതിന് ഒരു വയർ ഫീഡറും ഉപയോഗിക്കുന്നു. ഇലക്ട്രോഡ് ഗൈഡ് ട്യൂബ്, അതായത് ഒരു വെൽഡ് ജോയിൻറ്റിലേക്ക് കൃത്യമായി ഇലക്ട്രോഡുകളെ കടത്തിവിടുന്നതിന് നിയന്ത്രിക്കുന്നതിന് ഒരു ഗൈഡ് ട്യൂബും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കൺട്രോൾ പാനൽ, വയർ ഫീഡ് റേറ്റ്, അതുപോലെ വോൾട്ടേജ്, സ്പീഡ് തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു കൺട്രോൾ പാനലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാവൽ കാരേജ്, വിവിധ മൂവ്മെൻറ്റ്സിനായി ഒരു ട്രാവൽ കാരേജും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മോൾട്ടൺ പൂളിനെ പുറത്തേക്ക് ഒഴുകാതിരിക്കുന്നതിനും ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിനുമായി വാട്ടർ കൂൾഡ് ഷൂ ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും എക്യുപ്മെൻറ്റുകളാണ് പ്രധാനമായും ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ നാം ഉപയോഗിക്കുന്നത്. ഇനി ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എവിടേക്കാണെന്ന് നോക്കാം. ഫോർജിങ്ങിനും കാസ്റ്റിങ്ങിനുമായി ഉയർന്ന തിക്നെസ് ഉള്ള മെറ്റലുകളെ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, അതുപോലെ ചില മെറ്റൽ അലോയ്സ് എന്നിവയെ വെൽഡ് ചെയ്യുന്നതിന് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ഉപയോഗിക്കപ്പെടുന്നു. സ്ട്രെങ്ത് കൂടിയ സ്ട്രക്ചറൽ സ്റ്റീൽസ് വെൽഡ് ചെയ്യാനും ഈ രീതി വളരെ പ്രയോജനപ്രദമാണ്. ഉയർന്ന സ്ട്രെങ്ത്തുള്ള അലോയ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്കൽ അലോയ് എന്നിവ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ കഴിയുന്നു. ഇനി ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ ചില പ്രധാനപ്പെട്ട
സവിശേഷതകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കാം. തിക്നെസ് കൂടിയ മെറ്റലുകളെ വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ഇവിടെ ഫില്ലർ മെറ്റലും ബേസ് മെറ്റലും ഉരുകുന്നത് മോൾട്ടൺ ഫ്ലെക്സിന്റെ ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന താപത്തിന്റെ അളവിനനുസരിച്ചാണ്, അല്ലാതെ ഒരു ആർക്കിന്റെ ഫലമായല്ല. വെൽഡിങ്ങിന് ആവശ്യമായ കറന്റ് ഇലക്ട്രോഡ് വയറിലൂടെ ലഭ്യമാകുന്നത് വഴി ഫ്ലക്സ് ഉരുകി സ്ലാഗായി മാറുകയും ഒരു ഷീൽഡായി മാറുകയും ചെയ്യുന്നു. മോൾട്ടൺ മെറ്റലും സ്ലാഗും ഉരുകി ജോയിൻ ചെയ്യപ്പെടുന്നതിനനുസരിച്ച് കോപ്പർ ഷൂ ഓട്ടോമാറ്റിക്കായി മുകളിലേക്ക് നീങ്ങുന്നു. ഇത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അതുപോലെ സിംഗിൾ വി, ഡബിൾ വി, സിംഗിൾ യു തുടങ്ങിയ എഡ്ജ് പ്രിപ്പറേഷൻ മെത്തേഡുകൾ ഈ വെൽഡിങ്ങിന് ആവശ്യമില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇനി ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ്? ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങുമായി ചെറിയ വ്യത്യാസം മാത്രമാണ് ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിനുള്ളത്. ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് ഒരു ഓട്ടോമാറ്റിക് വെൽഡിംഗ് രീതിയാണ്. ഇതിൽ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആർഗൺ മിക്സർ ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിച്ചാണ് മോൾട്ടൺ മെറ്റലിനെ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ഫ്ലെക്സ് കോർഡ് കൺസ്യൂമബിൾ ഇലക്ട്രോഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് സോളിഡ് ഇലക്ട്രോഡോ ഉപയോഗിച്ച് തുടർച്ചയായി ആർക്ക് ഉപയോഗിച്ച് മോൾട്ടൺ പൂൾ ഉണ്ടാക്കുന്നു. എഡ്ജ് പ്രിപ്പറേഷൻ ഈ വെൽഡിങ്ങിന് നിർബന്ധമില്ല. ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോളിഡ് ഇലക്ട്രോഡ് മെത്തേഡും അതുപോലെ ഫ്ലെക്സ് കോർഡ് ഇലക്ട്രോഡ് പ്രോസസ്സും. സോളിഡ് ഇലക്ട്രോഡ് പ്രോസസ്സ് ഈ രീതിയിൽ സാധാരണയായി ഒരു ഇലക്ട്രോഡാണ് വെൽഡ് ജോയിന്റിലേക്ക് ഫീഡ് ചെയ്യുന്നത്. തിക്നെസ് കൂടിയ പ്ലേറ്റുകളാണെങ്കിൽ 2 ഇലക്ട്രോഡുകൾ ഉപയോഗിക്കാനും നമുക്ക് ഈ രീതിയിൽ കഴിയുന്നു. ഇവിടെ മോൾട്ടൺ പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായി കാർബൺ ഡയോക്സൈഡ് ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കുന്നു. മറ്റു ഫ്ലക്സുകളൊന്നും ഇവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല. അതുപോലെ അടുത്തതാണ് ഫ്ലെക്സ് കോർഡ് ഇലക്ട്രോഡ് പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ ഉള്ളിൽ ഫ്ലക്സ് നിറച്ച ഇലക്ട്രോഡ് വയർ ഉപയോഗിച്ചാണ് ജോയിന്റിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഇതിന്റെ ഫലമായി ഇവിടെ മോൾട്ടൺ മെറ്റലിന് മുകളിലായി ഒരു കനം കുറഞ്ഞ സ്ലാഗ് രൂപപ്പെടുന്നു. ഇവിടെ മോൾട്ടൺ പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് ഷീൽഡാണ്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിന് ഉപയോഗിച്ചതുപോലെയുള്ള എക്യുപ്മെന്റ്സ് ആണ് നാം ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട വ്യത്യാസം ഷീൽഡിംഗ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ടാകുമെന്നുള്ളതാണ്. പ്രധാനമായും AC പവർ സോഴ്സ്, അതുപോലെ വാട്ടർ കൂൾഡ് കോപ്പർ ഷൂസ്, വെൽഡിംഗ് ഗൺ, വയർ ഫീഡർ, ഷീൽഡിംഗ് ഗ്യാസ് ആൻഡ് കൺട്രോൾ പാനൽ തുടങ്ങിയവയാണ് ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ്. ഇനി ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽഡ് ചെയ്യുന്ന ഭാഗം ഓപ്പറേറ്റർക്ക് വ്യക്തമായി കാണാമെന്നുള്ളത് ഈ വെൽഡിംഗ് പ്രോസസ്സിന്റെ ഒരു സവിശേഷതയാണ്. റീസ്റ്റാർട്ടിംഗ് വളരെ വേഗത്തിൽ സാധ്യമാകുന്നു. അതുപോലെ ഉയർന്ന ഡിപ്പോസിഷൻ നിരക്കാണ് ഈ വെൽഡിംഗ് രീതിക്കുള്ളത്. സിംഗിൾ പാസിലൂടെ വെൽഡിംഗ് പൂർത്തീകരിക്കാനാവുന്നതുകൊണ്ട് ആംഗുലർ ഡിസ്റ്റോർഷൻ വളരെ കുറവാണ്. ഇനി ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയെന്ന് നോക്കാം. മറ്റുള്ള വെൽഡിംഗ് രീതികളെ അപേക്ഷിച്ച് 25 മില്ലിമീറ്ററിന് താഴെയുള്ള മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്.
ഇനി ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിൽ എവിടെയെല്ലാം ഉപയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിക്നെസ് കൂടിയ മെറ്റലുകളെ വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡ് ചെയ്യാൻ ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിൽ കഴിയുന്നു. അതുപോലെ കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ തുടങ്ങിയവ ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് രീതി ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.